Radio Library. Radio Library with RJ Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ എടുത്തിരിക്കുന്ന പുസ്തകം ഏതാണെന്ന് അറിയണ്ടേ? അപ്പോൾ അത് പരിചയപ്പെടുത്താനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞിട്ടുള്ളത് ഒരു എഴുത്തുകാരി തന്നെയാണ്. മറുപരിശീലനൈ, അരവിന്ദന്റെ കൊച്ചു വർത്തമാനങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള എഴുത്തുകാരിയാണ്. മാത്രമല്ല കൊടകരയിലെ സഹൃദയ കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡാണ്. ഡോക്ടർ സ്വപ്ന സി കൊമ്പത്താണ് ഇന്ന് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. നമസ്കാരം സ്വപ്ന സി കൊമ്പത്ത്, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരുപാട് സന്തോഷം. വായന എന്ന് പറയുന്ന വലിയ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ വലിയ ഒരു ഉത്തേജനത്തെ ഏറ്റവും നല്ല രീതിയിൽ റേഡിയോയിലൂടെ അത് അവതരിപ്പിക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. ഏതായാലും ആദ്യമേ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് നമ്മള് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ഏതാണ്? ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം തന്നെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പുസ്തകമാണ്. മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്ത അഷ്ടമൂർത്തി എഴുതിയ ക്യൂറേറ്റർ എന്ന നോവലാണ് ഇന്ന് റേഡിയോ ലൈബ്രറിയിൽ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അഷ്ടമൂർത്തിയെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലെ? കുട്ടേട്ടൻ എന്ന പേരിൽ അദ്ദേഹം എല്ലാവരുടെ ഇടയിലും സുപരിചിതനാണ്. മലയാളത്തിലെ വളരെ മികച്ച രചനകളുടെ ഉടമയാണ് അഷ്ടമൂർത്തി. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു പ്രത്യേകതയുള്ള കാര്യമുണ്ട്. തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ആറാട്ടുപുഴ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പഠനമൊക്കെ നടക്കുന്നത് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ്. അദ്ദേഹം മുംബൈയിലാണ് ജോലിക്കായി പോകുന്നത്. ദീർഘനാളത്തെ മുംബൈ വാസത്തിന് ശേഷം അദ്ദേഹം നാട്ടിലെത്തി SNA ഔഷധശാലയിൽ ജോലിക്ക് കയറുകയും പിന്നീട് വിരമിക്കുകയും ചെയ്തു. പക്ഷെ സാഹിത്യ രംഗത്ത് ഇപ്പോഴും വളരെ സജീവമാണ്. ഏറ്റവും ഉത്സാഹത്തോടു കൂടെ എല്ലാ സാഹിത്യ സദസ്സുകളിലും അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ സജീവമായിട്ടുള്ള ഇടപെടലാണ് എഴുത്ത് രംഗത്തും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് കരുവന്നൂർ പുഴയിലെ പാലം, അഷ്ടമൂർത്തിയുടെ കഥകൾ, യേശുദാസും ജയചന്ദ്രനും. ഇത് കഥാസമാഹാരത്തിന്റെ പേരാണ് കേട്ടോ, യേശുദാസും ജയചന്ദ്രനും. അതുപോലെ ലാപത്ത, പകൽ വീട്, മരണശിക്ഷ, അവസാനത്തെ ശില്പം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങളാണ്. ഇതിൽ അവസാനത്തെ ശില്പം എന്ന് പറയുന്ന കൃതിക്ക് അബുദാബി ശക്തി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലേഖന സമാഹാരങ്ങളും വളരെ പ്രസിദ്ധമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയ രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ കൃത്യമായും കണിശമായും നിലപാടുകൾ അവതരിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ശൈലി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും വളരെയധികം പ്രസിദ്ധങ്ങളാണ്. അതിൽ ശ്രീലകത്തെ സാളഗ്രാമങ്ങൾ, അതുപോലെ തന്നെ നീർമാതളം വാടിയ കാലം, എല്ലാവർക്കും പനിയാണ്, കമ്പിറാന്തലിന്റെ വെളിച്ചം, മാലാഖമാരെ മറയൊല്ലേ, ആർക്ക് വേണം എഴുത്തുകാരനെ എന്നിങ്ങനെ അദ്ദേഹം ധാരാളം ലേഖനങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. പിന്നെ സുഹൃത്ത് അദ്ദേഹം പ്രവീൺ കുമാർ രാജ, അദ്ദേഹവും ചേർന്ന് എഴുതിയ ഒരു കഥകളുടെ സമാഹാരമുണ്ട്. അതുമാത്രമല്ല, ഇവർ രണ്ടുപേരും ഒരേ വിഷയത്തെ തന്നെ, കുസുദ്വീപ് എന്ന് പറയുന്ന ഒരേ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് രണ്ടുപേരും രണ്ട് രീതിയിൽ കഥകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എഴുത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ നോവൽ, അതായത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചതിൽ ഏറ്റവും അവസാനത്തെ നോവലാണ് ക്യൂറേറ്റർ. ദേശാഭിമാനി വാരികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു വന്നിരുന്ന ഒരു നോവലാണിത്. ക്യൂറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു സംരക്ഷകനാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു മ്യൂസിയം സംരക്ഷകൻ ഉണ്ടാകുന്നത്, എന്താണ് ഇതിലെ കഥ എന്നൊക്കെ നമുക്ക് വിശദമായി പരിചയപ്പെടാം. റേഡിയോ ലൈബ്രറി. റേഡിയോ ലൈബ്രറി with RJ Radish. 2 ഏക്കറോളമുണ്ട് ഗോപാലൻകുട്ടിയുടെ വീട്ടുവളപ്പ്. അധികവും കശുമാവുകളാണ്. കൂട്ടത്തിൽ ഒരു വയസ്സൻ മാവുമുണ്ട്. ഗോപാലൻകുട്ടിയുടെ വീട് പറമ്പിന് ഒത്ത നടുക്കാണ്. ചെറിയ ഒരു ഓടിട്ട പുര. ഇറയം കൂടാതെ ആകെ 3 മുറികളേയുള്ളൂ. ഗോപാലൻകുട്ടി ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കുന്ന മുറിയിലേക്കാണ് ഇറയത്ത് നിന്ന് അകത്തേക്കുള്ള വാതിൽ തുറക്കുന്നത്. ആ മുറിയിൽ നിന്ന് അടുക്കളയിലേക്കുള്ള വാതിൽ. അടുപ്പിന് മുകളിൽ കുറച്ച് ചെറിയ അലൂമിനിയം പാത്രങ്ങളുമുണ്ട്. പഴക്കം ചെന്ന അവയിൽ 2 എണ്ണം ഞെണുങ്ങിയിട്ടുണ്ട്. 2 കുപ്പി ഗ്ലാസും അതിനരികെ സ്ഥാനം പിടിച്ചിരിപ്പുണ്ട്. അടുക്കളയിൽ നിന്ന് കിഴക്കോട്ട് തുറക്കുന്ന വാതിൽ കടന്നാൽ പിന്നിലെ ഇറയത്തേക്കെത്തും. അത് മുന്നിലുള്ള ഇറയത്തേക്കാൾ ചെറുതാണ്. മുറികളുടെ എണ്ണത്തിൽ ഓവറ കണക്കിലെടുത്തിട്ടില്ല. ഗോപാലൻകുട്ടിയുടെ വീടിന്റെ പ്രത്യേകത മറ്റൊന്നാണ്.
അതിൽ നിറയെ പട്ടികളാണ്. ഇറയത്തും ഇരിപ്പുമുറിയിലും അടുക്കളയിലും എന്തിന് ഓവറയിൽ പോലും അവ ഇരിക്കുകയും നടക്കുകയും സ്വേച്ഛയാ വിഹരിക്കുകയും ചെയ്യുന്നു. ഗോപാലൻകുട്ടിയുടെ പഞ്ഞിക്കിടക്കയിൽ ചില പട്ടികൾ ഗാഠമായി ഉറങ്ങുകയാണ്. വീടിന്റെ അകത്ത് മാത്രമല്ല, വളപ്പിലും പട്ടികളാണ്. കശുമാവിൻ ചുവട്ടിലും മാവിൻ തണലിലും അവയുണ്ട്. അവിടേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് അവയുടെ ശരീരത്തിൽ ചവിട്ടാതെ മണ്ണിൽ തൊടാനാവില്ല. എങ്ങനെ ഏത് ദിശയിലേക്ക് ക്യാമറ തിരിച്ചു വെച്ചാലും ഫ്രെയിം പട്ടികളെ കൊണ്ട് നിറയും. ഇതൊക്കെയായിരുന്നു ഗോപാലൻകുട്ടിയുടെ വീടെത്തുന്നതുവരെ ബിജു മുഹമ്മദും ഞാനും മനസ്സിൽ കണ്ടിരുന്ന ചിത്രം. ഇങ്ങനെയാണ് നമ്മുടെ ക്യൂറേറ്ററിന്റെ ആദ്യത്തെ പേജ് ആരംഭിക്കുന്നത്. ഏകദേശം 215ഓളം പേജുകളുള്ള ഈ നോവലിലെ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് ഗോപാലൻകുട്ടിയുടെ പട്ടികൾ എന്നാണ്. സ്വാഭാവികമായിട്ടും ഗോപാലൻകുട്ടിയാണ് നായകൻ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോകാം. പക്ഷെ ഈ അവസാന വാചകം ഞാൻ വായിച്ചുവല്ലോ, ഇതൊക്കെയായിരുന്നു ഗോപാലൻകുട്ടിയുടെ വീടെത്തുന്നത് വരെ ബിജു മുഹമ്മദും ഞാനും മനസ്സിൽ കണ്ടിരുന്ന ചിത്രം. അതെ, എക്കാലത്തെയും പോലെ ഈ ഞാൻ തന്നെയാണ് നമ്മുടെ നോവലിലെ നായകനായിട്ട് വരുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ കഥയിലെ കഥാപാത്രങ്ങൾ എല്ലാം ഒരു സ്വഗതാഖ്യാനം നടത്തുന്ന രീതിയിലുള്ള കൃതികളാണ് അദ്ദേഹം പരമാവധി എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രചനകളിൽ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഗോപാലൻകുട്ടിയുടെ പട്ടികളെ കുറിച്ചൊക്കെ വായിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വന്നത് വളരെ പ്രസിദ്ധനായിട്ടുള്ള മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളായ VK ശ്രീരാമന്റെ വേറിട്ട കാഴ്ചകൾ എന്ന് പറയുന്ന ടെലിവിഷൻ പ്രോഗ്രാമാണ്. ഇതിലെ ഈ ഞാൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ വേറിട്ട കാഴ്ചകളെ, വേറിട്ട മനുഷ്യരെ തേടി നടക്കുന്ന ഒരാളാണ്. ഗോപാലൻകുട്ടിയുടെ വീട്ടിൽ വരുന്നു. പക്ഷെ ഇവർ പ്രതീക്ഷിച്ചതുപോലെയൊന്നുള്ള ഒരു വീടായിരുന്നില്ല അത്. ഇവർക്ക് ലഭിച്ച വിവരമനുസരിച്ച് ധാരാളം പട്ടികൾ നിറഞ്ഞ ഒരു വീടായിരുന്നു അത്. പക്ഷെ ഇവരെ അതിശയിപ്പിച്ചു കളഞ്ഞത്, അല്ലെങ്കിൽ ഇവരെ നിരാശയിലാക്കി കളഞ്ഞത് ആകെ 10-16 പട്ടികളെ അവിടെ ഉള്ളൂ എന്നുള്ള കാഴ്ചയാണ്. പിന്നെ ഇവർ വിചാരിച്ച രീതിയിൽ ഗോപാലൻകുട്ടി ഇവരോട് സഹകരിച്ചുമില്ല. എന്നിങ്ങനെയൊക്കെയാണ് ഈ ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത്. അപ്പൊ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഇടപെടലാണ് ഈ നോവലിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാവും. പരാതികളില്ലാത്ത മനുഷ്യർ കുറവാണ്. എത്ര കിട്ടിയാലും കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന തോന്നലാണല്ലോ മിക്കവർക്കും. ഒരു ജന്മം കൂടി കിട്ടിയാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിൽ എത്തണം എന്ന മോഹവും ബാക്കി വെക്കും പലപ്പോഴും. 30ാമത്തെ പേജില് ഇങ്ങനെയാണ് ചിന്താബന്ധുരൻ എന്ന നമ്മുടെ നായകൻ ആലോചിക്കുന്നത്. ഈ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ പേര്, അതായത് ചിന്താബന്ധുരൻ എന്നാണ് നമ്മുടെ നായകന്റെ പേര് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ. അദ്ദേഹം തന്നെ കൊടുത്ത ഒരു തൂലിക നാമമാണത്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിശ്വസിക്കുന്നത് പോലെ ഭാവിയിൽ MT വാസുദേവൻ നായരായി തീരും എന്ന് വിചാരിച്ചിരുന്ന ഒരു സാഹിത്യകാരനായിരുന്നു. ഈ ഒരു നോവൽ കേരളത്തിലെ ഒരു കാലഘട്ടത്തിലെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും ആനുകാലികങ്ങളെക്കുറിച്ചും വളരെ മികച്ച ഒരു ധാരണ നൽകുന്നുണ്ട്. ധാരണ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ജനപ്രിയ മാസികകൾ പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം നൽകാനായിട്ട് ഈ ഒരു നോവലിന് സാധിക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വായന എന്ന് പറയുന്നത് കൂടപ്പിറപ്പാണ്. അത് തന്നെയാണ് ഇവിടെ ഏറ്റവും അധികം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ആയത്. നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ധാരാളം ആനുകാലികങ്ങളും ആ ആനുകാലികങ്ങളിലൂടെ പ്രസിദ്ധീകൃതമായിരുന്ന ജനപ്രിയ നോവലുകളും ആ നോവലുകൾ എഴുതാനിടയായ സാഹചര്യവും ആ നോവലിസ്റ്റുകൾക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന ചിന്തയും എന്തുകൊണ്ട് അത്തരം നോവലുകൾ സംരക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള ആധിയും എല്ലാം തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ പ്രകടമാണ്. ഒരു ലോക്കൽ ചാനൽ നടത്തിക്കൊണ്ടുപോകേണ്ടതിന്റെ ബുദ്ധിമുട്ടുകൾ. പണ്ട് എങ്ങനെയാണ് ഒരു വാരിക നടത്താനായിട്ട് അല്ലെങ്കിൽ ഒരു പത്രം നടത്താനായിട്ട് ഒരു വ്യക്തി കഷ്ടപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉടമ കഷ്ടപ്പെട്ടിരുന്നത്, അതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ചാനലുകളുടെ മത്സരം കടന്നുപോകുന്നുണ്ട്. കൂടാതെ നമ്മുടെ ലോകത്തിലെ വിചിത്രമായിട്ടുള്ള താല്പര്യങ്ങളുള്ള നിരവധി ആളുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലായ്പ്പോഴും ഒരു പ്രത്യേകതരം മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാണ്. സമൂഹത്തിന് മുൻപിൽ ഒന്ന്, അല്ലെങ്കിൽ വീടിന് പുറത്ത് ഒന്ന്, വീടിനുള്ളിൽ ഒന്ന് എന്ന രീതിയിൽ നമ്മൾ 2 മുഖം മൂടികൾ എടുത്തണിയാറുണ്ട്. അതിനിടയിൽ ഒളിച്ചിരിക്കുന്ന ഞാൻ എന്ന സ്വന്തം വ്യക്തിത്വത്തെ, ആ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്താനാണ് എന്നത്തെയും പോലെ ഇദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഈ വിചിത്രമായ താല്പര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യങ്ങൾ ചില ആളുകളുടെ ശേഖരങ്ങളാണ്. ചിന്താബന്ധുരന്റെ സുഹൃത്തായ
കവിതയുടെ അച്ഛന്റെ വലിയൊരു മാസിക ശേഖരം. പിന്നീട് അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഉപകാരപ്രദമാകുന്നത്, മാസികകളുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു ധാരണ പുതുതലമുറയ്ക്കും ഗവേഷകർക്കും ഉണ്ടാക്കാനായി ആ ശേഖരം സഹായിക്കുന്നത് എങ്ങനെ? ലോകം എല്ലായ്പ്പോഴും വിജയികളുടേത് മാത്രമല്ല, പരാജിതരുടേത് കൂടിയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വളരെ വ്യക്തമായി ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. എന്നുവെച്ച് ഇതൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള നോവലല്ല. ഫിലോസഫി ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അത് അടയാളപ്പെടുത്തിയിരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. അഷ്ടമൂർത്തിയുടെ കൃതികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലാളിത്യമാണ്. പലപ്പോഴും അഷ്ടമൂർത്തി എന്ന് പറയുന്ന എഴുത്തുകാരനും ഈ ഒരു ലാളിത്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. എഴുത്തുകാരന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കൃതികളിൽ ഒന്ന് എന്ന് ഇതിനെ കാലം രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ലളിതമാണ്, പെട്ടെന്ന് വായിച്ചു തീർക്കാം, ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാവുന്നത്ര ആകർഷകമായ ഒന്നാണ്. ഇവിടെ ചില കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എനിക്കൊരു വിയോജിപ്പ് തോന്നിയിട്ടുണ്ട്. അതായത് മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ക്യാമറയ്ക്ക് മുഴുവൻ കാര്യങ്ങൾ ഒപ്പിയെടുക്കാൻ സാധിക്കില്ല, ഉപരിപ്ലവമായത് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന മട്ടിൽ ഒരു ചിന്ത ഇതിൽ പങ്കുവെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാധ്യമ പ്രവർത്തനത്തിലൂടെ തുടങ്ങിയ ഒരാളെന്ന നിലയിൽ എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. മാധ്യമ പ്രവർത്തകർ കാണുന്ന കാഴ്ചകൾ ക്യാമറയുടേത് മാത്രമല്ല, അവർ കാണുന്നത് ബുദ്ധിയുടെയും യുക്തിയുടെയും കണ്ണുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള കാഴ്ചകളാണ്. നോവലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്കറിയാം, ഒറ്റപ്പെടുന്നവരുടെ ജീവിതത്തിലേക്ക്, അനാഥമാകപ്പെടുന്നവരുടെ ജീവിതത്തിലേക്കൊക്കെയാണ് ഈ നോവൽ വിരൽ ചൂണ്ടുന്നത്. ഓരോ ജീവിതവും വൈചിത്ര്യങ്ങളും അതേപോലെ തന്നെ വൈവിധ്യമുള്ളതുമാണ് എന്ന് ഈ നോവൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രൂപത്തിനുള്ളിൽ ഏതൊക്കെ തരത്തിലുള്ള കഴിവുകളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനായിട്ട് പറ്റില്ല. വളരെ വിശാലമായിട്ടുള്ള ഈ ലോകത്തിൽ ഒരുപാട് ആളുകൾ, ആരാണ് കേമനെന്നോ ആരാണ് മോശമെന്നോ വേർതിരിച്ചെടുക്കാനാവില്ല നമുക്ക്. അത്തരത്തിലുള്ള മുൻവിധികളെയെല്ലാം മാറ്റി മറിച്ച് എഴുതാനായിട്ട്, അല്ലെങ്കിൽ ആ മുൻവിധികളെയൊക്കെ മറികടക്കാനായിട്ടും ആ മുൻവിധികളെല്ലാം തെറ്റാണെന്ന് വീണ്ടും വീണ്ടും മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വായനക്കാരനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് അഷ്ടമൂർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻവിധികളില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് അഷ്ടമൂർത്തിയുടെ ഈ നോവലിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു നോവലാണ്. ശ്രീരാമന്റെ വേറിട്ട കാഴ്ചകളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഈ വേറിട്ട കാഴ്ചകളുമായിട്ട് ഒരു സാദൃശ്യം എനിക്കിതിന് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലൈബ്രറി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസിക എന്ന് പറയുന്നത് പ്രിന്റ് മീഡിയയിൽ ഇരിക്കുന്ന നിർജീവമായിട്ടുള്ള ഒരു വസ്തുവല്ല. അതല്ലെങ്കിൽ എന്താ പറയുക, ജീവനില്ലാത്ത കുറെ കടലാസ് കഷ്ണങ്ങളുടെ ഒരു കൂമ്പാരമല്ല ഈ മാസിക എന്ന് പറയുന്നത്. അതിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് ജീവിതങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ വായിക്കാൻ നമുക്ക് സാധിക്കും എന്നുകൂടെ ഈ നോവൽ ഉറപ്പു പറയുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അഷ്ടമൂർത്തിയുടെ കൃതികൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ക്യൂറേറ്റർ എന്ന് പറയുന്ന നോവൽ എന്തുകൊണ്ട് വായിക്കണം എന്ന് ചോദിച്ചാൽ, ഈ നോവൽ ഒരു കടലിനെ പോലെയാണ്. കടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പുറമേക്ക് വളരെ പരന്ന ശാന്തം എന്ന് പറയാനാവില്ല എങ്കിൽ പോലും അത് ആഴത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ധാരാളം ചുഴികളും അതുപോലെ തന്നെ കൊടുമുടികളും ഭീകരജീവികളും ഒക്കെ ഉണ്ട്. അങ്ങനെ വളരെ ആഴത്തിൽ ഒളിപ്പിച്ചിട്ടുള്ള ചില ജീവിത ചിന്തകളാണ് ഈ നോവലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിർബന്ധമായും എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിലൊന്നാണ്. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. എല്ലാവരും ഈ പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്യൂറേറ്റർ എന്ന് പറയുന്ന നോവൽ, ആ നോവലിന്റെ കഥ മുഴുവൻ പറഞ്ഞു തന്ന് നിങ്ങളുടെ ആ ഒരു വായിക്കാനുള്ള ആകാംക്ഷയെ കളയാൻ ഞാൻ തയ്യാറല്ല. വായിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ് അത്. ബാക്കി കൃതികളെ പോലെ നമ്മൾ കഥ മുഴുവൻ പറഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആകാംക്ഷയല്ല ഇതിലുണ്ടാവേണ്ടത്. ഇത് ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള വൈവിധ്യങ്ങളായ ജീവിതത്തെ, നമ്മൾ കാണാതെ പോകുന്ന ആളുകളെ, നമ്മൾ കാണാതെ പോകുന്ന അനുഭവങ്ങളെ കൂടുതൽ തെളിമയോടെ കാണാനും കേൾക്കാനും മനുഷ്യരോട് അല്ലെങ്കിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നതുകൊണ്ടാണ് ഈ ഒരു കൃതിയോട് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. മാത്രമല്ല
മാത്രമല്ല മാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്, വായനയുമായിട്ട് ബന്ധപ്പെട്ട്, മാസികാ ശേഖരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നിൽക്കുന്ന ഒരു നോവൽ. അതുകൊണ്ടാണ് നമുക്കിതിനോട് കൂടുതൽ ഒരു ഇഷ്ടം തോന്നുക. പ്രമേയത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നൂതനത ഈ നോവൽ നൽകുന്നുണ്ട്. ജ്ഞാനഭാരം എന്ന് പറയുന്ന സന്തോഷ് കുമാറിന്റെ നോവലിൽ വിജ്ഞാനകോശങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ വായിച്ചു. പക്ഷേ മാസികാ ശേഖരങ്ങളുടെ സംരക്ഷകനായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ആദ്യമായാണ് ഒരു നോവലിൽ വായിക്കുന്നത്. ധാരാളം ചിന്തകളിലൂടെ മുന്നോട്ട് പോകാൻ ഈ പുസ്തകത്തിന്റെ വായന നമ്മെ സഹായിക്കുന്നു. ഒരുപാട് മനുഷ്യരെ കണ്ടറിയാനും കേട്ടറിയാനും ഈ നോവൽ വായന നമ്മളെ സഹായിക്കും. ഏറ്റവും സന്തോഷം തോന്നിയത് ഒട്ടും ബുദ്ധിമുട്ടിപ്പിക്കാതെ, അതായത് ധാരാളം കഥാപാത്രങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ധാരാളം കഥാപാത്രങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെ അവരുടെ എല്ലാം സങ്കീർണമായിട്ടുള്ള ജീവിതത്തെ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സങ്കീർണതകളൊന്നും തന്നെ നമ്മുടെ വായനയെ തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു എഴുത്തുകാരന്റെ മികവ് പ്രകടമാകുന്നത് ഈ കഥാപാത്രങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ കഥാപാത്രങ്ങളൊക്കെ ആരാണ് അല്ലെങ്കിൽ ഏതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പിന്നീട് നമ്മളൊന്ന് പിന്തിരിഞ്ഞ് വായിക്കേണ്ടി വരാത്ത രീതിയിൽ ആ കഥാപാത്രങ്ങളുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ നോവലിസ്റ്റ് ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. രസകരം എന്നല്ല പറയേണ്ടത്, ബുദ്ധിപൂർവമാണ് അദ്ദേഹം അത് വിനിയോഗിച്ചിരിക്കുന്നത്. ഒരു നോവൽ എഴുത്ത് എന്ന് പറയുന്നത് ഭാവനയാണ് അല്ലെങ്കിൽ ഒരു സർഗാത്മക സൃഷ്ടിയാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എത്രയും കൃത്യമായിട്ടുള്ള ഒരു ചിട്ടപ്പെടുത്തൽ കൂടിയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഈ കൃതി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വായനയെ കുറച്ചുകൂടെ ഗാംഭീര്യമുള്ളതാക്കാനായിട്ട് അഷ്ടമൂർത്തിയുടെ ക്യൂറേറ്റർ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വായിക്കണം. വായനയെക്കുറിച്ച് പറയുമ്പോൾ വായന നമുക്ക് നൽകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് ഇപ്പോൾ ഈ ഒരു ക്യൂറേറ്റർ തന്നെ നോക്കുക, നിരവധി ആളുകളെയാണ് നമുക്കത് പരിചയപ്പെടുത്തി തരുന്നത്. പലരും പറയാറുണ്ട് ജീവിതത്തിൽ വായനയുണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്കാകില്ല എന്നൊക്കെ. എന്തായാലും വായന നമ്മുടെ ഒറ്റപ്പെടലിനെ കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏറ്റവും നന്നായി വായിക്കാനും ഏറ്റവും നല്ല പുസ്തകങ്ങൾ സ്വന്തമാക്കാനും ഏറ്റവും അധികം വായനയെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളൊക്കെ ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പുസ്തകം കൂടി തന്നെയാണ്. പ്രത്യേകിച്ച് മാധ്യമ മേഖലയിലായതുകൊണ്ട് നമുക്ക് അതുമായിട്ട് ഏറ്റവും അടുത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് നന്ദി സ്വപ്ന സി കൊമ്പത്ത്, നമുക്ക് ഇങ്ങനെ ഒരു പുസ്തകം ഇന്ന് പരിചയപ്പെടുത്തിയിൽ റേഡിയോ ലൈബ്രറിയിലൂടെ. താങ്ക് യു സോ മച്ച്. ഏറ്റവും അഭിമാനത്തോടെ ഞാൻ നന്ദി പറയുകയാണ് പ്രിയപ്പെട്ട രതീഷ്. ഈ ഒരു അവസരം തന്നതിന്, റേഡിയോ ലൈബ്രറിയുമായിട്ട് എന്റെ വായനാവിശേഷം പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചതിന് എല്ലാവരോടും നന്ദി. റേഡിയോയിൽ കൂടെ വായനയെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന ഏത് മാധ്യമമായാലും വായനയെ പരിപോഷിപ്പിക്കാനായി ചെയ്യുന്ന സേവനങ്ങൾ ഒരു മലയാളം അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു സന്തോഷകരമായ പ്രവൃത്തിയിലേക്ക് എന്നെ കൂടെ ഉൾപ്പെടുത്തിയതിന് ഇതിന്റെ അണിയറ പ്രവർത്തകരോടെല്ലാം പ്രത്യേകം നന്ദി പറയാണ്. കൂടുതൽ ആളുകളിലേക്ക് റേഡിയോ ലൈബ്രറിയും എത്തട്ടെ. ഹൃദ്യമായ ആശംസകൾ. സ്വപ്ന സി കൊമ്പത്തായിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. കൊടകരയിലെ സഹൃദയ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് മലയാളത്തില്. അത് മാത്രമല്ല സ്വന്തം പുസ്തകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറുപരിശീലനേ, അതുപോലെ തന്നെ അരവിന്ദന്റെ കൊച്ചു വർത്തമാനങ്ങൾ എന്നുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ എഴുതിയിട്ടുള്ള എഴുത്തുകാരി കൂടിയാണ്. അപ്പൊ ഇന്ന് ക്യൂറേറ്റർ എന്ന പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അഷ്ടമൂർത്തിയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു നോവൽ എന്ന് പറയാം, അല്ലെങ്കിൽ വായനയുമായി ബന്ധം, അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു നോവൽ എന്ന് പറയാം. പിന്നെ മാസികകളെ കുറിച്ച് ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. മാസികകളുടെ ചരിത്രത്തെ കുറിച്ചൊരു ധാരണ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അഷ്ടമൂർത്തി എഴുതിയ ക്യൂറേറ്റർ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഒരുപാട് പുസ്തകങ്ങൾ, നോവലുകൾ വായിക്കുന്നതിനൊപ്പം തന്നെ ഇതുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്ന ഒരു കാര്യം. അപ്പോൾ ക്യൂറേറ്റർ വായിക്കുന്ന കാര്യം മറന്നുകൊണ്ട് റേഡിയോ ലൈബ്രറി ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ആഴ്ച അപ്പോൾ മറ്റൊരു പുസ്തകവും അതിഥിയൊക്കെ ആയിട്ട് എത്തിച്ചേരാം. ഇപ്പോ ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്.